നിങ്ങൾക്ക് മുന്നിലായി ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് 100-ൽ പരം കല്യാണം മുടക്കിയ യുവാക്കളുടെ പേടി സ്വപ്നമായ എന്താണ് സാർ, ഇക്ലി രമേശ് ആണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇത്രയും നാളെ മറ്റൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാതെ നമ്മുടെ ചാനലിൽ മാത്രം ഇന്റർവ്യൂ തരാനുള്ള കാരണം എന്താണ് സാർ? അത് മക്കളെ, എന്നെ ആരെങ്കിലും മറ്റേ ഇന്റർലോക്കിന് വിളിച്ചാലേ എനിക്ക് ഇന്റർലോക്കിന് വരാൻ പറ്റുള്ളൂ. സാർ, ഇന്റർലോക്ക് അല്ല, ഇന്റർവ്യൂ ആണ്. നീ അത് തന്നെ പഠിപ്പിക്കണ്ട. നീ ഇവിടെ അടുത്ത് ചോദിക്കണം. എനിക്ക് അടുത്ത കല്യാണം മുടക്കാൻ പോവുകയാണ്. സാർ, ഈ ഫീൽഡിലോട്ട് വരാനുള്ള കാരണം എന്താണ് സാർ? അത് മക്കളെ വലിയൊരു കഥയാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ എന്തിനാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്? നീ എന്നോട് പിടിച്ചിരിക്കണ സാർ, ആദ്യമായിട്ട് ആരെ കല്യാണം സാർ മുടക്കിയത്? ഇതിലോട്ട് വരാനുള്ള കാരണം എന്താണ് സാർ? അത് മക്കളെ, എനിക്ക് ആത്മാർത്ഥമായ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. എനിക്ക് പെണ്ണിട്ടില്ല, അവന് പെണ്ണിട്ടി. അവന്റെ കല്യാണം ഞാൻ മുടക്കി. അതിന് ശേഷം എനിക്ക് ഉണ്ടായ ഒരു ഫീൽ ഉണ്ട് മക്കളെ. സാറിന്റെ ലൈഫിൽ ഇതുവരെ എത്ര കല്യാണം മുടക്കിയിട്ടുണ്ട്? ആ കണക്കൊന്നും പറയാൻ എനിക്ക് അറിയണം മക്കളെ. കണ്ണി കണ്ട എല്ലാ കല്യാണം ഞാൻ മുടക്കും. ഇനി കണ്ടാലും ഞാൻ മുടക്കും. സാർ, അവസാനമായിട്ട് മുടക്കിയത് ആരുടെ കല്യാണമാണ്? അതെങ്ങനെയാണ് മുടക്കിയത് സാർ, ഒന്ന് പറയാമോ? മക്കളെ, ഇത് നീ കേൾക്കണം. സൂപ്പർ മുടക്കല്ലായിരുന്നു ഞാൻ മുടക്കിയത്. ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ഒരു പറ ചോറം നിന്ന് പല്ലിലും കുത്തി, എന്നിട്ട് മുണ്ട് പൊക്കി കാണിച്ചിരിക്കണ. നീ ഇങ്ങോട്ട് കയറി വേണം, നീ ആരല്ല. ഞാൻ എന്നിട്ട് ഓടിയ വഴിക്ക് പുല്ലുപോലും മുളച്ചില്ല മക്കളെ. സാർ, ഇങ്ങനെ കല്യാണം മുടക്കുമ്പോൾ നാട്ടുകാരിൽ നിന്നുള്ള പ്രതികരണം എന്താണ് സാർ? നീ ഇത് കേൾക്കണം. എന്റെ തള്ളയെ പ്രതികരണം പറയാതിരിക്കുന്ന ഭേദം. ഓ, 2 മാസം മുമ്പ് ഒരു കല്യാണം മുടക്കി. അവിടത്തെ ചെറുക്കന്മാരെ എന്നെ പനയെ കെട്ടിയിട്ട് അടിച്ച പാടിപ്പോ എന്റെ മുറിവ് ഇപ്പോഴും കണ്ടോ? ആ, എങ്കിൽ ശരി. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ തന്ന് സഹകരിച്ച ഇക്ലി രമേശ് സാറിന് അപരാധ മീഡിയ ചാനലിന്റെ എല്ലാവിധ നന്ദി ആശംസിച്ചു കൊള്ളുന്നു. ഇനിയും സാറിന് ഇതുപോലെ നല്ല നല്ല കല്യാണങ്ങൾ മുടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. നന്ദി. അവിടെ നിൽക്കട്ടെ മക്കളെ. നിന്റെ കല്യാണം കഴിഞ്ഞ മക്കളെ?